ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പാകെ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 27-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായിട്ട് നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 27-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം. അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടെ ഇരിപ്പീൻ. എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. അനുഗ്രഹീതമായി വചനത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ വാക്യം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസിന്റെ വാക്കുകളാണ്. മരണത്തെ മുന്നിൽ കണ്ട് ജീവിതം തകരുന്ന ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ആലോചന ആ ജനത്തോട് വിളിച്ചു പറയുകയാണ്. അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടെ ഇരിപ്പീൻ. എന്നോട് ദൈവം അരുളി ചെയ്തതുപോലെ അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായത്തിൽ ഒരു കപ്പൽ യാത്രയുടെ കഥയാണ്. ഉല്ലാസയാത്ര പോകുകയല്ല. അപ്പോസ്തലനായ പൗലോസിനെ ഒരു തടവുകാരനായി റോമിലേക്ക് കൊണ്ടുപോവുകയാണ്. നമുക്കറിയാം ഇതിൻ്റെ പശ്ചാത്തലം. താൻ റോമിൽ പോകണമെന്ന് നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. താൻ റോമാലേഖനം എഴുതുമ്പോൾ റോമാലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. 9-ാമത്തെ വാക്യം, റോമർ 1:9 വായിച്ചേ. ഞാൻ ഇടവിടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവ ഇഷ്ടത്താൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടതിന് എന്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു എന്നുള്ളതിന് അവന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. കേട്ടോ, റോമർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുക, നിങ്ങളുടെ അടുക്കൽ വരാൻ ഞാൻ ആഗ്രഹിച്ചു. അതിനുവേണ്ടി ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ പ്രാർത്ഥനയുടെ മറുപടിയായി സ്വർഗത്തിലെ ദൈവം സമയമായപ്പോൾ പൗലോസിനെ റോമിലേക്ക് അയച്ചു. നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ള ഒരു സ്മൂത്തായ വഴിയിലൂടെ അല്ല ദൈവം അയച്ചത്. നമ്മളാരും ചിന്തിക്കുന്ന പ്ലാൻ പോലെ അല്ല റോമിലേക്കുള്ള വഴി ഒരുങ്ങിയത്. പൗലോസിന് വേണ്ടിയുള്ള റോമിലേക്കുള്ള വഴിയിൽ അല്ലേ തനിക്കുണ്ടായ കഷ്ടങ്ങൾ യെരുശലേമിൽ തുടങ്ങി, യെരുശലേമിൽ വെച്ച് യഹൂദന്മാർ അവനെ പിടിച്ച് അല്ലേ റോമാക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചു. കാരാഗ്രഹത്തിനകത്ത് കൊണ്ടുപോയി വിസ്താരം നടത്തി ഒരു തടവുകാരനായി ഒടുവിൽ കൈസറെ അഭയം ചൊല്ലിയത് നിമിത്തം ഇതാ കൈസറുടെ മുമ്പിൽ വിചാരണ നേരിടേണ്ടതിന് പൗലോസ് എന്ന് പറയുന്ന ദൈവമനുഷ്യൻ ഒരു നിയോഗത്തോടെ റോമിലേക്ക് പോകുകയാണ്. എന്നെ ഇന്ന് രാവിലെ ശ്രദ്ധിക്കുന്ന ദൈവജനത്തോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ദൈവം നിങ്ങളോട് വല്ല വാഗ്ദത്തവും പറഞ്ഞാൽ അത് നിവർത്തിക്കുന്നവനാണ് നമ്മുടെ ദൈവം. വാഗ്ദത്ത നിവർത്തിക്ക് വേണ്ടി നീ കരഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, ആ പ്രാർത്ഥന കേട്ട് ദൈവത്തിന്റെ സമയമാകുമ്പോൾ അതിശയകരമായി, അത്ഭുതകരമായി ദൈവം തൻ്റെ വാഗ്ദത്തം നിവർത്തിക്കും. പക്ഷേ ശ്രദ്ധിക്കണം, അതിന് നീ വിചാരിക്കുന്ന വഴിയിലൂടെ ആയിരിക്കില്ല ദൈവം അതിനുള്ള വഴി ഒരുക്കുന്നത്. നീ പ്ലാൻ ചെയ്യുന്നത് പോലെയല്ല. അതെ, അസാധാരണ മാർഗങ്ങളിലൂടെയാണ് പൗലോസിനെ ദൈവം റോമിലേക്ക് കൊണ്ടുപോകുന്നത്. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ വാഗ്ദത്തങ്ങൾ നിറപടിയായി നിറവേറുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന സാഹചര്യങ്ങളിലൂടെയല്ല, നമ്മൾ കരുതുന്ന വ്യക്തികളിലൂടെയല്ല, നമ്മൾ പ്ലാൻ ചെയ്യുന്നത് പോലെയല്ല. ദൈവത്തിൻ്റെ വഴികൾ വേറെയാണ്. സ്തോത്രം. അപ്പോൾ ജീവിതത്തിൽ വരുന്ന കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ ചിലത് ദൈവത്തിൻ്റെ വാഗ്ദത്വത്തിലേക്ക് നമ്മളെ അടുപ്പിക്കേണ്ടതിന് ദൈവം ഒരുക്കുന്ന പദ്ധതിയാണെന്ന് ആത്മാവിൽ കാണാൻ ദൈവമക്കൾക്കിടയാകണം.
ചില തടസ്സങ്ങളാകട്ടെ, പ്രതിസന്ധികളാകട്ടെ, പ്രതികൂലങ്ങളാകട്ടെ, അതിൻ്റെ എല്ലാം പിന്നിൽ ദൈവത്തിന് എനിക്ക് വേണ്ടി എന്തോ ചിലത് ചെയ്യാനുണ്ട് എന്ന ദൈവത്തിൻ്റെ വലിയ മഹത്തായ പദ്ധതിയുടെ ഒരു ചാലാണ്, ഒരു വഴിയാണ്, മാർഗമാണിതെന്ന് എത്ര പേര് ആത്മാവിൽ മനസ്സിലാക്കും. ആ യാത്രയിൽ വലിയ ദുരന്തങ്ങൾ സംഭവിക്കുകയാണ്. അവരുടെ കപ്പലിന് വിരോധമായി വലിയ കൊടുങ്കാറ്റുകൾ വന്നു. കപ്പൽ മുങ്ങുന്ന അവസ്ഥയെത്തി. എന്തു ചെയ്തു? അവർ കപ്പലിലുള്ള ചരക്കുകൾ വെളിയിൽ കളഞ്ഞു. കപ്പലിൻ്റെ വെയിറ്റ് കുറയ്ക്കാനുള്ള പദ്ധതികളിൽ ഏർപ്പെട്ടു. അങ്ങനെ വലിയ പ്രതിസന്ധിയിലായിരുന്ന് 14 ദിവസം നടുക്കടലിൽ സൂര്യനെയോ ചന്ദ്രനെയോ നക്ഷത്രങ്ങളെയോ കാണാതെ അവർ അലയുകയാണ്. മരണത്തെ മുഖാമുഖം കാണുകയാണ്. പ്രത്യാശ മുഴുവൻ നഷ്ടപ്പെടുകയാണ്. ഇനി ഒരു പ്രതീക്ഷയും ഇല്ലെന്ന് അവർക്ക് തോന്നി. അവരെല്ലാവരും സകല പ്രതീക്ഷയും നഷ്ടപ്പെട്ട തകർച്ചയുടെ ആഴത്തിലിരിക്കുമ്പോൾ 23-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് എഴുന്നേറ്റ് നിന്ന് പറയുന്ന വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം. പൗലോസ് പറയുക, എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ വന്നു. പ്രൈസ് ദി ലോർഡ്. ദൂതൻ പറയുകയാണ്, പൗലോസേ ഭയപ്പെടരുത്. കണ്ടോ, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെ ഒക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു. ഇനി അതാണ് നമ്മുടെ കുറിവാക്യം. അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടെ ഇരിപ്പീൻ. എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് പശ്ചാത്തലം നിങ്ങൾക്ക് മനസ്സിലായി. എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. ഇന്ന് ഈ ദൂതിനകത്ത് നിന്ന് ചില ആത്മീയ സന്ദേശങ്ങൾ ഇനി നമ്മൾ ചിന്തിക്കാൻ പോവുക. ഇത്ര നേരം ഞാൻ എൻ്റെ പശ്ചാത്തലമാണ് പറഞ്ഞത്. ഇനി നമ്മൾ അതിനകത്തുനിന്ന് ചില കാര്യങ്ങൾ ഇന്ന് പകൽക്കാലം ഇത് ഒരു കൊടുങ്കാറ്റിൻ്റെയും കപ്പൽ യാത്രയുടെയും ചിത്രം മാത്രമല്ല. വിശ്വാസികളായ ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിൽ ജീവിതയാത്രയ്ക്ക് ഇടയിൽ വരുന്ന പ്രതിസന്ധികളുടെ, കൊടുങ്കാറ്റിൻ്റെ, പ്രശ്നങ്ങളുടെ ചിത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൽ ചിലപ്പോൾ കൊടുങ്കാറ്റുകൾ വരും. സ്തോത്രം. ചിലപ്പോൾ നമ്മുടെ കൺട്രോൾ നഷ്ടപ്പെടും. കപ്പൽ ഓടിച്ചുകൊണ്ട് വരും നല്ല കൺട്രോളില്ല അല്ലേ? പക്ഷെ ഇപ്പം എന്താ, കൊടുങ്കാറ്റടിച്ചു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ കപ്പൽ മുന്നോട്ട് നയിക്കുന്നവർക്ക് നിയന്ത്രണം നഷ്ടമായി. ഇന്ന് പകൽക്കാലം നല്ല നിയന്ത്രണത്തിലൊക്കെയാ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താ ജീവിക്കുന്നത്. പക്ഷെ ചില കൊടുങ്കാറ്റുകൾ വരുമ്പോൾ സകല കൺട്രോളും പോകും അല്ലേ? ഇന്ന് പകൽക്കാലം വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആമൻ, നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഒരു രോഗം വന്നു അല്ലേ, എല്ലാ കൺട്രോളും പോയി, എല്ലാ സാമ്പത്തിക നിയന്ത്രണങ്ങളും പോയി, ചില പ്രതിസന്ധികൾ വന്നു, ചില പ്രശ്നങ്ങൾ വന്നു, നിയന്ത്രണങ്ങൾ നഷ്ടമായി അല്ലേ? അവരെ നോക്കിയേ, 14 ദിവസമായി ജീവിതത്തിലെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയി അല്ലേ? ചിലപ്പോൾ നന്നായി മുന്നോട്ട് പോകുക, പക്ഷെ ചില പ്രശ്നങ്ങളാകുന്ന, പ്രതിസന്ധികളാകുന്ന കൊടുങ്കാറ്റുകൾ ജീവിതത്തിനെതിരെ അടിച്ചു കഴിയുമ്പോൾ പിന്നെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകും. ആരാധിക്കുന്നവരൊക്കെയാ, പാസ്റ്റർ ആമേൻ, എനിക്കൊരു സ്വസ്ഥതയില്ല, ഒരു സമാധാനവുമില്ല, എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയത്തില്ല, എന്തായിത്തീരുമെന്ന് എനിക്കറിയില്ല, എൻ്റെ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടു പോയി പാസ്റ്ററെ. ജീസസ്. സഹായിക്കാൻ ആരുമില്ലാത്തൊരവസ്ഥ. നോക്കി, ആ കപ്പലിനകത്ത് കിടക്കുന്നവരെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഒരാൾക്കും സഹായിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. പുറത്തു നിന്ന് അഭിപ്രായം പറയാൻ വളരെ എളുപ്പമാണ്, പക്ഷേ അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതറിയത്തുള്ളൂ. പലപ്പോഴും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങളുടെ നടുവിൽ ഒരാൾക്കും വന്ന് സഹായിക്കാൻ പറ്റാത്ത നിലയിലുള്ള ചില സാഹചര്യങ്ങൾ വന്നു എന്ന് വന്നേക്കാം. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് ഈ ദൂത് വിളിച്ചു പറയുക, ആമൻ, ഇത് ആമൻ അനുവദിച്ചിട്ടാണെങ്കിൽ, ദൈവത്തിൻ്റെ പദ്ധതി അതിനകത്തുണ്ടെങ്കിൽ നിങ്ങൾ അറിയണം, ഈ കൊടുങ്കാറ്റിന് പിന്നിൽ ദൈവമുണ്ട്. നോക്കണേ,
നമ്മൾ പ്രാർത്ഥിക്കുന്നവരാ, ആരാധിക്കുന്നവരാ. അതുകൊണ്ട് വിശ്വാസ ജീവിതത്തിൽ, ആത്മജീവിതത്തിനെതിരെ കൊടുങ്കാറ്റുകൾ വരരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുമെങ്കിലും അങ്ങനെ ആകണമെന്നില്ല. ചിലപ്പോൾ കൊടുങ്കാറ്റുകൾ വന്നേക്കാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അപ്പോസ്തലനായ പൗലോസ് ഈ യാത്ര താനായിട്ടെടുത്തൊരു തീരുമാനത്തിൽ വന്നതല്ല. പൗലോസിനെ ദൈവം കൊണ്ടുവന്നതാ. സ്തോത്രം. ദൈവഹിതം അനുസരിച്ച് കൊണ്ടുവന്നതാ. ആമേൻ. താൻ ദൈവം തന്നെ നടത്തുക. ദൂതൻ വന്ന് പറഞ്ഞതും അതല്ലേ, പൗലോസ പേടിക്കണ്ട, നീ കൈസരുടെ മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞാൽ ഈ യാത്ര മുഴുവനും ദൈവത്താൽ പ്ലാൻ ചെയ്യപ്പെട്ടതാ, ദൈവം നയിക്കുന്നതാ, ദൈവം നിയന്ത്രിക്കുന്നതാ. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതയാത്ര ദൈവത്തിന്റെ നിയന്ത്രണത്തിലാണെങ്കിലും, ദൈവം നമ്മളെ കൊണ്ടുവരികയാണെങ്കിലും, നാം ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമൊക്കെ പോവുകയാണെങ്കിലും നിങ്ങൾ അറിയണം, ചിലപ്പോൾ ആമൻ കൊടുങ്കാറ്റുകൾ അതിനെതിരെ വന്നേക്കാം. പല ആളുകൾക്കും സംശയമാണ്, ഞാൻ നന്നായി പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, അല്ലെ, എന്നെ കൊണ്ടാവുന്ന വിധം ആത്മീകമായി ജീവിക്കുന്നുണ്ട്, എന്നിട്ട് എന്തുകൊണ്ട് പിന്നെയും എൻ്റെ ജീവിതത്തിൽ കൊടുങ്കാറ്റുകൾ, പ്രശ്നങ്ങളെന്നൊക്കെ ചിന്തിക്കുന്നവരോട് ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവഹിതത്തിനകത്ത് ജീവിക്കുമ്പോഴോ, ദൈവത്തെ പരമാർത്ഥതയോടെ സേവിക്കുമ്പോഴോ ആമൻ പ്രശ്നങ്ങൾ ഉണ്ടാകുക, പ്രതിസന്ധികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് ഇന്ന് പകൽക്കാലം നിങ്ങൾ അറിയണം. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. പറഞ്ഞത് നമ്മുടെ കർത്താവല്ലേ? കർത്താവാ പറഞ്ഞത്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, അല്ലേ? പത്രോസ് പറയുക, പരീക്ഷയ്ക്കായി നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം, അല്ലേ, നിങ്ങൾക്ക് വന്നു എന്ന് നിങ്ങൾ ചിന്തിക്കരുതെന്ന് ആമൻ പത്രോസിന്റെ വാക്കുകൾ ഇന്ന് പകൽക്കാലം ഓർക്കുക. ആമൻ. ഞാൻ പ്രാർത്ഥിക്കുന്നവനാണ്, ആരാധിക്കുന്നവളാണ്, പിന്നെയും എനിക്ക് എന്തിനീ പരീക്ഷ, ഞാൻ ദൈവഹിതത്തിൽ നിൽക്കുകയാണെന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾ അറിയണം, ഇതിന് പിന്നിൽ ദൈവത്തിന് ചില കാര്യപരിപാടികളുണ്ട്. ഞങ്ങളെ കേൾക്കുന്ന ഇന്ന് പകൽക്കാലം ഈ ആലോചന ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോടായിട്ട് വിളിച്ചു പറയട്ടെ, നിങ്ങൾ കൃത്യമായി, സത്യമായി, പരമാർത്ഥയായി സേവിക്കുന്നവരാണെങ്കിലും, വിശ്വസ്തയോടെ നിൽക്കുന്നവരാണെങ്കിലും ചില കൊടുങ്കാറ്റുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നേക്കാം. ആമൻ. അത് നിങ്ങൾ തിരിച്ചറിയണം. ദൈവം നിങ്ങളെ കൈവിട്ടത് കൊണ്ടല്ല, ദൈവം നിങ്ങളെ ഉപേക്ഷിച്ചത് കൊണ്ടല്ല, ദൈവം നിങ്ങളുടെ കൂടെ ഇല്ലാത്തത് കൊണ്ടല്ല, ഇതിന് പിന്നിൽ ദൈവത്തിന് ചില കാര്യപരിപാടികളുണ്ട്. ഈ കൊടുങ്കാറ്റ് നൽകുന്ന രണ്ടാമത്തെ പാഠം, മനുഷ്യന്റെ ശക്തി, മനുഷ്യന്റെ കഴിവ് എത്രമാത്രം പരിമിതമാണ്, സ്തോത്രം, എത്രമാത്രം ബലഹീനമാണ് എന്ന് ഈ കൊടുങ്കാറ്റ് വിളിച്ചു പറയും. നിങ്ങൾ നോക്കിക്കേ, മിടുക്കന്മാരാണ് ആ കപ്പലുടമസ്ഥനും ഈ കപ്പൽ നിയന്ത്രിക്കുന്നവരൊക്കെ കഴിവില്ലാത്തവരോ പരിചയമില്ലാത്തവരോ അല്ല, എല്ലാ കാര്യങ്ങളും നന്നായി അറിയാവുന്നവരാ. പക്ഷേ മനുഷ്യൻ്റെ എല്ലാ വിഭവങ്ങളും ദൈവത്തിൻ്റെ ചില പ്രവൃത്തികൾക്ക് മുന്നിൽ, ചില പ്രതികൂലങ്ങൾക്ക് മുന്നിൽ ശൂന്യമായി പോകും. അതിന് അത്ഭുതകരമായി തോന്നുന്നത്, അതിനകത്തുള്ള ചരക്ക് എല്ലാം എടുത്ത് എന്ത് ചെയ്യുന്നു? അവരെ വെള്ളത്തിലേക്ക് ഇടുക. അതൊന്നും ഇനി വേണ്ട, ഇനി അതൊന്നും നമ്മളെ സഹായിക്കത്തില്ല, ഇതൊന്നും നമ്മളെ ഇനി ഉപകരിക്കത്തില്ല. ജീവനില്ലെങ്കിൽ ഇനി എന്തിനാ ചരക്കല്ലേ? ജീവിച്ചിരിപ്പുണ്ടെങ്കിലല്ലേ വിഭവങ്ങൾ കൊണ്ട് ഉപയോഗമുള്ളൂ. അതുകൊണ്ട് അതൊക്കെ അവരെ എടുത്ത് കളയുകയാണ്. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം, ശരിയായ പ്രതികൂലം വരുമ്പോഴാണ് നമ്മൾ മൂല്യമുള്ളവയ്ക്ക് വേണ്ടി നിൽക്കുകയുള്ളൂ. ഇന്ന് ഈ മനുഷ്യൻ ഓടുന്നതെല്ലാം ദൈവത്തെയും കൂടെ വിളിക്കാതെ ആത്മമണ്ഡലം വരെ കളഞ്ഞേച്ച്, ആത്മീയതയും കളഞ്ഞേച്ച് ഭൗതികതയ്ക്ക് വേണ്ടി ഓടുക. പക്ഷെ മനുഷ്യന് ശരിയായ പ്രതിസന്ധി വരുമ്പോൾ അറിയാം, ഇതിനെല്ലാം അപ്പുറം എനിക്ക് വേണ്ടത്, അല്ലേ, എൻ്റെ ആത്മാവിൻ്റെ നിത്യതയാണ്, എൻ്റെ ദൈവത്തോടുള്ള ബന്ധമാണ്, എനിക്ക് ആത്മീയ കാര്യമാണ് വലുതെന്ന് മനുഷ്യൻ ചിന്തിക്കുന്നത്. ഈ നമ്മൾ സമ്പാദിച്ചതും നാം ഈ അല്ലേ നേടിയെടുത്തതും ഒന്നും നമ്മളെ സഹായിക്കാൻ കഴിവില്ലാതെ വരുന്നൊരു സാഹചര്യത്തിലാണ്. പണമുണ്ടാക്കാൻ ആളുകൾ ഓടുക, പണം അത്യാവശ്യമാണ്. പക്ഷേ പണത്തിന് സഹായിക്കാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ എന്തു ചെയ്യും? സ്തോത്രം. പണത്തിന് നമ്മളെ രക്ഷിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ എത്തപ്പെടുമ്പോഴാ, അയ്യോ ഇതിനു വേണ്ടിയാണല്ലോ ഞാൻ ഈ ഓടിയത്, എന്നെ ഈ ഘട്ടത്തിൽ സഹായിക്കാൻ ദൈവത്തിനല്ലാതെ വേറെ ആർക്കും കഴിയില്ല, ഒരു മനുഷ്യനും എന്നെ സഹായിക്കാൻ കഴിയില്ല. നോക്കിയേ, നമ്മളൊക്കെ എത്ര നിസ്സഹായരാണ് എന്ന് ഇന്ന് പകൽക്കാലം തിരിച്ചറിയാം. ജീവിതത്തിൽ ശരിയായ ഒരു കാറ്റടിച്ചാൽ അപ്പോഴറിയാം നമുക്കൊക്കെ ധൈര്യം എത്രയുണ്ട്, നമ്മുടെയൊക്കെ ബലം എന്താണ്, നമ്മളെ സഹായിക്കുന്നവരുടെ കഴിവില്ലായ്മ എന്താണെന്ന് നമുക്കറിയുള്ളൂ. കോവിഡ് വന്നപ്പോഴല്ലേ മനുഷ്യൻ്റെ
ഇത്രയും മനുഷ്യൻ ബലഹീനനാണെന്ന് തിരിച്ചറിഞ്ഞത്? എന്നോർത്ത് വയ്ക്കേ. എല്ലാ വിഭവങ്ങളും മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചതൊന്നും വന്നില്ല. മനുഷ്യൻ ഒന്നുമില്ലാത്തവനായി മാറി. കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു, ഇനി ആളുകൾ എന്ത് ചെയ്യരുത്, സ്വർണം പുതുതായി വാങ്ങരുത്. അതുപോലെ ആളുകൾ കഴിവതും വർക്ക് ഫ്രം ഹോം, വീട്ടിലിരുന്ന് തന്നെ ജോലി ചെയ്യാൻ പറ്റുന്നവരങ്ങനെ ചെയ്യുക. അതുപോലെ വിദേശ യാത്രകളൊക്കെ ഒഴിവാക്കുക. പറഞ്ഞതിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ. കാര്യങ്ങൾ നമ്മുടെ കൺട്രോളിൽ നിന്ന് ചിലപ്പോൾ പോകും. മനസ്സിലാവുന്നുണ്ടോ? മിഡിൽ ഈസ്റ്റിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രയേലും ഇറാനും അമേരിക്കയും ഒക്കെ ആയിട്ടുള്ള യുദ്ധം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അതെപ്പോൾ തീരുമെന്ന് നമുക്ക് പൂർണ്ണമായി അറിയില്ല. അതങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്നുള്ള എണ്ണയുടെ വരവൊക്കെ ഇപ്പം തന്നെ വളരെ പ്രശ്നമാണ്. അപ്പോൾ ഹോർമൂസ് കടലെടുക്കുക അല്ലേ, അത് പൂർണ്ണമായും അവിടുന്ന് ആവശ്യത്തിനുള്ള എണ്ണ അവിടുന്ന് കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇന്ധനക്ഷാമമുണ്ടാകുകയും ഭയങ്കര വിലക്കയറ്റമുണ്ടാകും. അപ്പോൾ എന്താ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? മനുഷ്യൻ എത്രയൊക്കെ കഴിവുള്ളവനാണെന്ന് പറഞ്ഞാലും, എത്രയൊക്കെ വിഭവങ്ങൾ സമാഹരിച്ചു വെക്കുന്നവനാണെന്ന് പറഞ്ഞാലും മനുഷ്യനെല്ലാം പരിമിതരാണ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് വിളിച്ചു പറയാനുള്ളത്, അവരേറ്റവും ശേഖരിച്ചു വച്ചിരുന്ന കപ്പൽ ഉള്ള ചരക്കുകളെല്ലാം കളയുകയാണ്. ഇന്ന് പകൽക്കാലം അതിനൊന്നും ഞങ്ങളെ രക്ഷിക്കാൻ പറ്റത്തില്ല. അതിനകത്തൊരു പക്ഷേ വില കൂടിയ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, ഏറ്റവും വിലപ്പെട്ടതുണ്ടായിരിക്കാം. പക്ഷേ അതൊന്നും ഇവിടെ ഞങ്ങളുടെ ജീവന് പകരമാകത്തില്ല. ഇന്ന് പകൽക്കാലം വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആമേൻ, നിന്നെ രക്ഷിക്കുക, നിനക്ക് ജീവൻ നിലനിർത്താൻ കൃപ തരുവാൻ, ഏത് പ്രതിസന്ധി ഘട്ടത്തിലോ നിന്നെ സഹായിക്കുവാൻ, നിന്റെ പണം കഴിയാതിരിക്കുമ്പോൾ നിന്റെ ആരോഗ്യത്തിന് കഴിയാതിരിക്കുമ്പോൾ, നിന്റെ ബന്ധങ്ങൾക്ക് കഴിയാതിരിക്കുമ്പോൾ, നിന്റെ ജോലിക്ക് സഹായിക്കാൻ പറ്റാതിരിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ വിളിച്ചു പറയാം, ഏത് ആപൽഘട്ടത്തിലോ ഏത് നിസ്സഹായാവസ്ഥയിലോ നിന്നെ സഹായിക്കുവാൻ കഴിവുള്ള ഒരുവൻ മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ കർത്താവാണ്. ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്തിനു വേണ്ടിയാ ഓടിക്കൊണ്ടിരിക്കുന്നത്? അവൻ എന്തിനു വേണ്ടിയാ ഓടിക്കൊണ്ടിരിക്കുന്നത്? ആമെ പ്രാർത്ഥിക്കുവാൻ സമയമില്ലാതെ, ആരാധിക്കാൻ സമയമില്ലാതെ, ദൈവത്തോടുള്ള ബന്ധം പോലും വിച്ഛേദിച്ചുകൊണ്ട് എന്തിനു വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നുവോ അതെല്ലാം നാളെ നിങ്ങളെ സഹായിക്കാൻ പറ്റാതെ അതെല്ലാം നിങ്ങൾക്കൊരു ബാധ്യതയായി മാറുമ്പോൾ മാത്രമേ സത്യത്തിൽ ഞാൻ എത്രയോ സമയം വേസ്റ്റാക്കി, എത്രയോ സമയങ്ങൾ നഷ്ടമാക്കി ജീവനുള്ള ദൈവത്തെ, എന്റെ ഏത് ആവശ്യങ്ങളിലും ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവത്തെ എനിക്ക് മുറുകെ പിടിക്കുവാൻ, ആ ദൈവമായിട്ട് കൂട്ടായ്മ കൂടുവാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന് പരിതാപത്തോടെ, സങ്കടത്തോടെ മനുഷ്യൻ പരിതപിക്കേണ്ട ഒരു കാലം വരുന്നുവെന്ന് ഞാനും നിങ്ങളും ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 2 കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഞങ്ങൾ ആസിയയിൽ വെച്ച് വളരെ കഷ്ടത്തിലൂടെ, പ്രയാസത്തിലൂടെ കടന്നുപോയി, വലിയ പ്രതികൂലത്തിലൂടെ കടന്നുപോയി. ഞങ്ങൾ മരിക്കുമോ എന്നുള്ളത്തിൽ നിശ്ചയിച്ചു. ഭയങ്കര പോരാട്ടത്തിലൂടെ ഞങ്ങൾ കടന്നുപോയി. ആ വിഷയത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 2 കൊരിന്ത്യർ 1-9 വാക്യങ്ങളിൽ പൗലോസ് ഒരു വാക്ക് പറയുന്നുണ്ട്. ഒന്ന് വായിക്കാം. സഹോദരന്മാരെ, ആസിയയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ജീവനോടെ ഇരിക്കുമോ എന്ന നിരാശ തോന്നുമാറ് ഞങ്ങൾ ശക്തിക്കുമീതെ അത്യന്തം ഭാരപ്പെട്ടു. കേട്ടോ, അതിനും ഞങ്ങളിലല്ല, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിക്കത്തക്കവണ്ണം ഞങ്ങൾ മരിക്കുമെന്നുള്ളിൽ നിർണയിക്കേണ്ടി വന്നു. ശ്രദ്ധിച്ചോ, ഞങ്ങൾ ആരിൽ ആശ്രയിക്കുന്നെന്നാ പറഞ്ഞേ? പണത്തിലാണോ? ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടപ്പോ നമുക്കൊക്കെ ശക്തിയുണ്ട്, അതിന് പരിമിതിയുണ്ട്. നമ്മുടെ പണത്തിന് പരിമിതിയുണ്ട് അല്ലേ? നമുക്കുള്ള വിഭവങ്ങൾക്കെല്ലാം പരിമിതിയുണ്ട്. പൗലോസ് പറയുക, മരിക്കുമെന്ന് ഉള്ളിൽ നിർണയിച്ചു, ശക്തിക്കുമീതെ അത്യന്തം ഭാരപ്പെട്ടു. ഒത്തിരി നിരാശ അകത്ത് വന്നു. രക്ഷപ്പെടില്ല എന്ന തോന്നൽ വന്നപ്പോഴും ഞങ്ങൾ തീരുമാനിച്ചില്ല, ഞങ്ങളിലല്ല എന്ന് വെച്ചാൽ ഞങ്ങളിൽ ആശ്രയിക്കത്തില്ല.
ഞങ്ങളുടെ പണത്തിൽ ആശ്രയിക്കുന്നില്ല, ഞങ്ങളുടെ കഴിവിൽ ആശ്രയിക്കുന്നില്ല, ഞങ്ങളുടെ ബന്ധുക്കളിൽ ആശ്രയിക്കുന്നില്ല. ആമേൻ. മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ഞങ്ങൾ ആശ്രയിക്കുമെന്ന് ഞങ്ങൾ ഉള്ളിൽ നിർണയിച്ചു. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആശ്രയം ഏതിലാണ്? ചില പ്രതിസന്ധികൾ വരുമ്പോൾ അപ്പോഴാണ് നിങ്ങൾക്ക് ദൈവത്തിന്റെ വില മനസ്സിലാകുകയുള്ളൂ. ഇന്ന് എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളെ, എന്നെ കേൾക്കുന്ന യൗവനക്കാരെ, പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, ഞങ്ങൾ ശ്രദ്ധിക്കുന്ന എല്ലാവരോടും പറയട്ടെ, കരിയറിന് വേണ്ടി, ജീവിതത്തിന്റെ സൗകര്യത്തിന് വേണ്ടി, സുഖത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാ. പ്രാർത്ഥന വേണ്ട, ദൈവം വേണ്ട, ആത്മീയ കാര്യങ്ങൾ ഒന്നും വേണ്ട. എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം, എങ്ങനെയെങ്കിലും ഒക്കെ പദവികൾ സ്വന്തമാക്കണം, രക്ഷപ്പെടണം, ഒക്കെയുള്ള ആഗ്രഹങ്ങളാ. ഇതിന് നടുവിൽ നിങ്ങൾ ഉപേക്ഷിക്കുന്നത് ഈ ദൈവത്തെയാ. ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഈ ദൂത് വിളിച്ചു പറയുന്നത്, ആമേൻ, നിങ്ങളുടെ പണത്തിന്, നിങ്ങളുടെ പദവികൾക്ക്, നിങ്ങളുടെ കൂട്ടുകാർക്ക്, നിങ്ങളുടെ ആർക്കും ആമേൻ നിങ്ങളെ സഹായിക്കാൻ പറ്റാത്തൊരു ദിവസം വന്നാൽ ജീസസ്, അന്ന് നിങ്ങൾ ഈ ദൈവത്തിന്റെ വില മനസ്സിലാക്കും. പൗലോസ് എന്ന് പറയുന്ന ദൈവമനുഷ്യൻ പറയാ, ഇല്ല, ഞങ്ങളിൽ ആശ്രയിക്കുന്നില്ല, എൻ്റെ കഴിവിൽ ആശ്രയിക്കുന്നില്ല, എൻ്റെ പദവിയിൽ ആശ്രയിക്കുന്നില്ല, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ഞങ്ങൾ ആശ്രയിക്കുന്നു. സ്തോത്രം, സ്തോത്രം. ശ്രദ്ധിക്കണേ, ഒരു കൊടുങ്കാറ്റ് വന്നപ്പോ ഇവരുടെ ബലഹീനത വെളിപ്പെട്ടു, കഴിവില്ലായ്മ വെളിപ്പെട്ടു. എത്ര ശൂന്യരാണ്, എത്ര അല്ലേ, ദൈവമുമ്പാകെ ഒരു തരത്തിലും അഹങ്കരിക്കുവാൻ നമുക്കൊന്നുമില്ലെന്ന് വെളിപ്പെടുന്ന കൊടുങ്കാറ്റുകൾ അത് വ്യക്തികളിൽ വരുമ്പോഴാ അവരെത്രയോ ബലഹീനരാണെന്ന് തിരിച്ചറിയുന്നത്. സ്തോത്രം, സ്തോത്രം. പക്ഷേ എൻ്റെ ദൂതിൽ പ്രത്യാശയുടെ തലത്തിലേക്ക് പോകുക. അതാ കപ്പലിനകത്തുള്ള എല്ലാവരുടെയും കഥയല്ല. അതിനകത്തിരിക്കുന്ന ഒരു മനുഷ്യനൊഴിച്ച് ബാക്കിയുള്ള സകലരും ഇതുപോലെ ഒരു വലിയ കൊടുങ്കാറ്റിന് മുമ്പിൽ പകച്ച് തകർന്ന് പ്രത്യാശ നഷ്ടപ്പെട്ട് മരണം മാത്രം മുമ്പിൽ കാണുക. പക്ഷേ അതിനകത്ത് ഒരുവൻ മാത്രം അവൻ ഉറച്ചു നിന്നു. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. എന്തുകൊണ്ടാ? അതിന് കാരണം അവനൊരു ദൈവ പൈതല. ആ മനുഷ്യനറിയാം, ഞാൻ ഈ യാത്ര ചെയ്യുന്നത് എൻ്റെ ദൈവത്തിന്റെ ഹിതപ്രകാരമാണ്. എൻ്റെ ദൈവം അറിയാതെ എൻ്റെ തലയിൽ ഒരു മുടി പോലും നിലത്ത് വീഴില്ല. ഈ കർത്താവ് എൻ്റെ കൂടെ ഉണ്ട്. ഇത് വെറും വാക്കല്ല, ചുമ്മാ വെറുതെ പറയുന്നതല്ല. ആ മനുഷ്യൻ അതിൻ്റെ തെളിവാണ് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത്, സഹോദരന്മാരെ, ധൈര്യത്തോടെ ഇരിപ്പീൻ. ഞാൻ സേവിച്ചാരാധിക്കുന്ന എൻ്റെ ദൈവത്തിന്റെ ദൂതൻ കഴിഞ്ഞ രാത്രിയിൽ എൻ്റെ അടുക്കൽ വന്നു. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാണ് ഉറച്ചു നിൽക്കുന്നത്? സ്തോത്രം. ഉറച്ചു നിൽക്കാനുള്ള കാരണം അവൻ സേവിക്കുന്ന ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. സ്തോത്രം. ആ ദൈവം അവനോട് സംസാരിക്കുന്നത് കൊണ്ടാ, ആ ദൈവം അവനെ ധൈര്യപ്പെടുത്തുന്നത് കൊണ്ടാ, ആ ദൈവം തന്റെ ദൂതനെ അയച്ചു ധൈര്യപ്പെടുത്തുന്നത് കൊണ്ടാ. ഇന്ന് പകൽക്കാല പ്രശ്നങ്ങളില്ലാഞ്ഞിട്ടല്ല ദൈവമക്കൾ തകർന്നു പോകാത്തത്, പ്രതികൂലങ്ങളില്ലാഞ്ഞിട്ടല്ല നമ്മൾ ഉടയാത്തത്. എല്ലാ മനുഷ്യരെ പോലെയും ദൈവമക്കൾക്കും പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്. പക്ഷെ പൗലോസിനെ പോലെ യഥാർത്ഥ ദൈവ പൈതൽ എന്തുകൊണ്ട് ജീവിതത്തിൽ തകരുന്നില്ല എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം, അവൻ ആ പ്രതികൂലങ്ങളിൽ, ആ പ്രശ്നങ്ങളിൽ, ആ പ്രതിസന്ധികളിൽ നടുവില് അവൻ ആശ്രയിക്കുന്നത് മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിലോ. ജീസസ്, ജീസസ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്തോത്രം. നമ്മൾ എന്തിനാ ആശ്രയിക്കുന്നത്? ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ദൈവം നിന്നോട് സംസാരിക്കുന്നുണ്ടോ? മകനെ, മകളെ, നീ ഭാരപ്പെടണ്ട, നീ നിരാശപ്പെടണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന ശബ്ദം കേൾക്കുന്നുണ്ടോ? സ്തോത്രം, സ്തോത്രം. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നുവെന്ന കർത്താവ് പറഞ്ഞത്. ദൈവവചനം നിങ്ങളോട് ഇടപെടുന്നുണ്ടോ? പ്രശ്നത്തിന് നടുവിൽ ദൈവശബ്ദം കേൾക്കാൻ പോയി ഇരിക്കാറുണ്ടോ?
കർത്താവ് ഈ പ്രതികൂലത്തിന് നടുവിൽ എന്നോടൊന്ന് ഇടപെടണമെന്ന് ഒന്ന് പറയാറുണ്ടോ? അതിനുവേണ്ടി ഒന്ന് മുഴങ്കാൽ മടക്കാൻ തയ്യാറുണ്ടോ? ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നു, പൗലോസ് നിശ്ചയമായും അതിനകത്ത് പ്രാർത്ഥനയ്ക്ക് മുഴങ്കാലം മടക്കിയപ്പോൾ ദൈവം തന്റെ ദൂതനെ അയച്ച് തന്റെ ദാസനോട് പറയുക, പൗലോസേ, നീ പേടിക്കണ്ട, നീ പേടിക്കണ്ട, നീ കൈസറുടെ മുമ്പാകെ നിൽക്കും, നീ കൈസറുടെ മുമ്പാകെ നിൽക്കും. സ്തോത്രം. നിന്നെ മാത്രമല്ല, നീ കപ്പലിനകത്തുള്ള എല്ലാവരുടെയും ഉടമസ്ഥനായി മാറിയിരിക്കുക. സ്തോത്രം. എന്തുകൊണ്ടാ ദൈവമക്കൾ ജയിക്കുന്നത്? എല്ലാവരും ഭയപ്പെട്ടപ്പോൾ ജയിക്കുന്നത് എന്തുകൊണ്ടാ? അവർക്ക് ദൈവവുമായിട്ടുള്ള ബന്ധമാ. സ്തോത്രം. പ്രാർത്ഥിക്കാൻ മുഴങ്കാലം മടക്കുമ്പോൾ അവരുടെ അടുക്കൽ ദൈവം വരും, തന്റെ ദൂതനെ അയക്കും, ദൈവത്തിന്റെ ശബ്ദം അവരോട് ഇടപെടും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇതിനകത്ത് പ്രധാനപ്പെട്ട മറ്റൊരു ചിന്ത 27:25 പൗലോസ് പറയുന്നത് ഇങ്ങനെയാ. എന്താണ്? അവൻ എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തിൽ. എന്തുകൊണ്ടാ പൗലോസ് എഴുന്നേറ്റ് നിൽക്കുന്നത്? അവന്റെ വിശ്വാസമാണേ. എന്നോട് പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഒരു ഡൗട്ടും അവനില്ല. ഏതൊക്കെ കൊടുങ്കാറ്റ് കണ്ടാലും അവന്റെ വിശ്വാസം മാറത്തില്ല. കപ്പൽ ആടി ഉലഞ്ഞാലും അവന്റെ വിശ്വാസം മാറത്തില്ല. ആളുകൾ ചരക്കുകൾ എടുത്ത് വെള്ളത്തിൽ ഇടുന്നത് കണ്ടാലും അവന്റെ വിശ്വാസം മാറത്തില്ല. സൂര്യനെയോ ചന്ദ്രനെയോ കാണാതെ 14 ദിവസം കഴിഞ്ഞാലും അവൻ പൗലോസിന്റെ വിശ്വാസം ഇളകത്തില്ല. അവൻ അറിയാം, എന്തെല്ലാം കീഴ്മേൽ മറിഞ്ഞാലും എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ജീസസ്, ജീസസ്. പൗലോസ് ആ കപ്പലിൽ കയറിയതേ കപ്പലിനെ വിശ്വസിച്ചോണ്ടല്ല. നല്ല കപ്പലാണല്ലോ, സ്ട്രോങ് അല്ലേ, ഒരു കുഴപ്പവും വരില്ല എന്ന് പറഞ്ഞ് കപ്പലിനെ വിശ്വസിച്ചുകൊണ്ട് കയറിയ ആളല്ല. മുന്നോട്ട് നയിക്കുന്ന എൻ്റെ കപ്പിത്താനെ വിശ്വസിച്ചുകൊണ്ടും അല്ല. പരിചയസമ്പന്നനായ കപ്പിത്താനാണ്, പുള്ളി കൊള്ളാം, പുള്ളി കുഴപ്പമില്ലാതെ അങ്ങ് എത്തിക്കും. നമ്മളങ്ങനെയല്ലേ ബസ്സിലൊക്കെ കയറുമ്പം ഡ്രൈവറെ കിടക്ക് നോക്കാറില്ലേ? ബസ്സിനകത്തൊക്കെ പോകുമ്പോൾ ആളങ്ങനെയുണ്ട്, ചെറുപ്പക്കാരൻ, കൊച്ചു പിള്ളേരൊക്കെ ഓടിക്കും, നമുക്ക് പെട്ടെന്ന് അങ്കലാപ്പ് വരും, യോ എവിടെയെങ്കിലും കൊണ്ടുപോയി അല്ലേ. ഇരിക്കുന്ന ആൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ നോക്കിയാൽ പ്രായമുള്ള അത്യാവശ്യം എന്താണ് നമുക്ക് നോക്കുമ്പോൾ തന്നെ നമുക്കൊരാ കുഴപ്പമില്ല. നോക്കാറുണ്ടോ? ഓടിക്കുന്ന ആരാന്നൊക്കെ നോക്കാറുണ്ടോ? നമ്മളൊക്കെ നോക്കും അല്ലേ. ഇവന് ഓടിക്കുന്നതും നോക്കും, നോക്കത്തില്ലയോ? എങ്ങനെയുണ്ട് നോക്കും. ബ്രേക്ക് ഔട്ടുന്നത് എങ്ങനെയുണ്ട് അല്ലേ, ഗിയർ ചേഞ്ച് ചെയ്യുമ്പം എങ്ങനെയാണ്, ഇതെല്ലാം നമ്മൾ നോക്കിയിട്ടൊരു വിലയിരുത്തലുണ്ട്. കുഴപ്പമില്ലെങ്കിൽ നമ്മൾ പറയാം കുഴപ്പമില്ലാതൊക്കെ വണ്ടി. ഇതുപോലെ ഈ കപ്പിത്താനെ നോക്കിയല്ല പൗലോസ് ഇറങ്ങിയത്. സ്തോത്രം. അതായത് നല്ല സാഹചര്യം നോക്കിയപ്പോഴേ ഇവരല്ലേ, തെക്കൻ കാറ്റ് മന്ദമായി ഊതുകയാൽ താല്പര്യം സാധിച്ചെന്ന് വെച്ചാൽ നല്ല കാലാവസ്ഥ നോക്കിയാണ് അവരെന്ത് ചെയ്തത്, ഇറങ്ങിയത്. പൗലോസ് കാലാവസ്ഥ നോക്കിയതില്ല, പൗലോസ് ഇത് ആത്മാവിൽ നേരത്തെ അറിഞ്ഞിരുന്നു. പൗലോസ് ഈ കാലാവസ്ഥ കണ്ടിട്ടൊന്നുമില്ല. കാലാവസ്ഥയൊക്കെ എപ്പോൾ വേണേലും അവർക്ക് മനസ്സിലായി. എത്ര പരിചയസമ്പന്നനായ കപ്പിത്താനാണെങ്കിലും അവനെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റാത്ത കൊടുങ്കാറ്റ് അണിയറയിൽ ഒരുങ്ങുന്നുണ്ടെന്ന് ആത്മാവിൽ അവൻ അറിഞ്ഞിരുന്നു. ഇന്ന് വചനം കേൾക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വ്യക്തികളിൽ വിശ്വസിച്ച് ജീവിക്കേണ്ടവരല്ല. പണം എന്നെ സഹായിക്കുമെന്ന് വിശ്വസിച്ച് പണത്തെ വിശ്വസിച്ച് ജീവിക്കേണ്ടവരല്ല. സാഹചര്യങ്ങൾ നോക്കി, മുഹൂർത്തം നോക്കി, നല്ല സമയം നോക്കി പോകേണ്ടവരല്ല. ഈ പറഞ്ഞതെല്ലാം മാറും. പക്ഷെ പൗലോസ് പറയുന്നു, എനിക്ക് വിശ്വാസം എന്നോട് അരുളി ചെയ്ത ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിലാ. എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ മുമ്പിൽ എന്തെല്ലാം വ്യത്യാസം വെളിയിൽ വന്നാലും
എന്തെല്ലാം പ്രശ്നം വന്നാലും എനിക്കറിയാം എന്നോട് പറഞ്ഞതുപോലെ നടക്കും. എത്ര പേർക്ക് ഇങ്ങനെ ഒരു വിശ്വാസമുണ്ട്? സ്തോത്രം. ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ, എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാൽ എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞതുപോലെ തന്നെ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എൻ്റെ അപ്പൻ പറഞ്ഞതുപോലെ, എൻ്റെ സഭയോട് എൻ്റെ കർത്താവ് അരുളി ചെയ്തതുപോലെ തന്നെ അങ്ങനെ തന്നെ നടക്കുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? സ്തോത്രം. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. ഹല്ലേലൂയ. അവൻ കൈവിടുന്ന ദൈവമല്ല, ഉപേക്ഷിക്കുന്ന ദൈവമല്ല. ഇതിനകത്തുനിന്ന് അടുത്ത ഒരു ചിന്ത നോക്കിയേ. കപ്പലിനകത്ത് പൗലോസ് ഒഴികെ ബാക്കി ആരും വിശ്വാസികളല്ല. ശരിയല്ലേ? പൗലോസിനോട് മാത്രമേ ദൈവം എന്ത് ചെയ്തുള്ളൂ? വേറെ ആരോടും ദൈവം സംസാരിച്ചില്ല. പൗലോസിനോട് മാത്രം ദൈവം സംസാരിച്ചു. ദൈവം സംസാരിച്ച് ആ ആലോചന പ്രാപിച്ച് എഴുന്നേറ്റ് നിന്ന് കപ്പലിലുള്ളവരെ പൗലോസ് ധൈര്യപ്പെടുത്തി. അവരുടെ മുമ്പാകെ പരസ്യമായി ഭക്ഷണം കഴിച്ചു. അവരോടും പറഞ്ഞു, ഭക്ഷണം കഴിക്കാൻ ആവശ്യപ്പെട്ടു. പ്രാർത്ഥിക്കുന്ന ദൈവശബ്ദം കേട്ട പൗലോസ് വിശ്വസ്തയോടെ നിന്നതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, വാഗ്ദത്തം പറയുക 27:24, നിന്നോടുകൂടെ യാത്ര ചെയ്യുന്ന എല്ലാവരെയും ഞാൻ നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ദൈവരാജ്യത്തിനു വേണ്ടി, ദൈവത്തിനു വേണ്ടി ദൈവശബ്ദം കേട്ട് പ്രതികൂലത്തിന്റെ കൊടുങ്കാറ്റിന് നടുവിൽ, പ്രശ്നത്തിന് നടുവിൽ, രോഗത്തിന് നടുവിൽ, സാമ്പത്തിക തകർച്ചയുടെ നടുവിൽ അവൻ ഉറച്ചു നിന്ന്, ഇല്ല ദൈവം പറഞ്ഞതുപോലെ നടക്കുക, ദൈവം ചിലത് ചെയ്യുമെന്ന് ഉറപ്പോടെ നിൽക്കുന്ന ഒരു വ്യക്തി ഒരു കുടുംബത്തിനകത്തുണ്ടെങ്കിൽ, കർത്താവിന് വേണ്ടി ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തി ഒരു സഭയ്ക്കകത്തുണ്ടെങ്കിൽ, കർത്താവിന് വേണ്ടി ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തി ദേശത്തുണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, പൗലോസിനെ പോലെ ഉറപ്പോടെ സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായി നിൽക്കുമ്പോഴും, എല്ലാം പ്രതികൂലമാകുമ്പോഴും, ഇല്ല എന്റെ ദൈവം പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഉറച്ചു നിൽക്കുന്ന ഒരാളുണ്ടെങ്കിൽ, സ്തോത്രം, ആ വ്യക്തിയിലൂടെ അനേകം പേര് വിടുവിക്കപ്പെടും. സ്തോത്രം. നമ്മൾ വായിക്കുന്നത്, അതിനകത്ത് ഒറ്റ ഒരാളുടെയും ജീവൻ നഷ്ടമായില്ല. എത്രവർക്ക് മനസ്സിലാവുന്നുണ്ട്? ഏത് കൊടുങ്കാറ്റിന് മുന്നിലും തകരാത്ത വിശ്വാസികളുണ്ടെങ്കിൽ അവർ അനേകരെ രക്ഷിക്കാൻ തുടങ്ങും. സ്തോത്രം. ഇനി നിങ്ങളെ നോക്കിയാൽ മതി, നിങ്ങളെ കണ്ട് എത്ര പേര് രക്ഷപ്പെടുമെന്ന്. പ്രശ്നം വരുമ്പോൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നതെന്ന്. കഷ്ടവും നഷ്ടവും ഒക്കെ നമുക്കുണ്ട്. പൗലോസ് ഈ കഷ്ടം അനുഭവിക്കാതിരിക്കുവന്നോ? എൻ്റെ കൂടെ ഉണ്ടോ പൗലോസ്? അതോ പൗലോസിനെ മാത്രം ദൈവം ആ കപ്പലിനകത്ത് ഈ കൊടുങ്കാറ്റൊന്നും അടിപ്പിക്കാതെ, അതൊന്നും അതിൻ്റെ ഒരു ചൊരുക്കും ഉണ്ടാകാതെ, അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാകാതെ സൂഹിക്കുമായിരുന്നു? ഇവരെല്ലാം അനുഭവിച്ചതുപോലെയുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഈ മനുഷ്യനും അനുഭവിക്കുക. പക്ഷേ ദൈവശബ്ദം കേട്ട കൃപയാൽ ആ കഷ്ടങ്ങളുടെ നടുവിൽ നിന്ന് വിശ്വാസത്തിന്റെ വാക്ക് വിളിച്ചു പറഞ്ഞു. എത്രവർക്ക് മനസ്സിലാവുന്നുണ്ട്? 2 കൊരിന്ത്യർ ലേഖനത്തിൽ, ആസിയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ലെന്നേ. നിങ്ങൾ അറിയണം, ഞങ്ങളുടെ ശക്തിക്ക് മീതെ അത്യന്തം ഞങ്ങൾ ഭാരപ്പെട്ടു. പക്ഷേ അവിടെ കൊണ്ട് ഞങ്ങൾ തീർന്നെന്നല്ല, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ഞങ്ങൾ അങ്ങ് ആശ്രയിച്ചു. സ്തോത്രം. നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചില്ലേ? അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ദൈവം ഞങ്ങളെ രക്ഷിച്ചു. ദൈവം ഞങ്ങളെ രക്ഷിച്ചു, മേലാലും വിടുവിക്കും. ഈ സാക്ഷ്യം കേട്ട എത്ര പേര് ആമേൻ പറയാത്തത്? ഈ സാക്ഷ്യം കേട്ടാൽ ആരും എഴുന്നേറ്റ് എന്ത് ചെയ്യും? സ്തോത്രം പറയും. പക്ഷേ പൊന്നു വിശ്വാസികളെ, കഷ്ടവും പ്രയാസവും ദുഃഖവുമായിരുന്നു. ഇതിനൊരു മാറ്റം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഇങ്ങനെ പോയാൽ ഞങ്ങളുടെ കാര്യം ഏതാണ്ട് തീരുമാനമാകുമെന്നാ തോന്നുന്നേ. ഈ സാക്ഷിയോ പറയുന്നെങ്കിൽ നിങ്ങളൊന്ന് ഓർത്ത് നോക്ക്.
ആൾക്കാർ പറയും ഇതിനേക്കാൾ ഭേദം ഇങ്ങോട്ട് പറയില്ലേ. ആരുടെ കുഴപ്പം? കപ്പൽ ഛേദം വന്നപ്പോൾ ദൂതൻ വന്ന എന്തുകൊണ്ടാ? ദൂതൻ വരാൻ കാരണം നിയോഗത്തോടെ ഉള്ളവൻ കൂടെ ഉള്ളത് കൊണ്ടാണ്. പ്രാർത്ഥിക്കുന്നവൻ, ദൈവത്തോട് സജീവ ബന്ധമുള്ള പൗലോസ്. ഇന്ന് പകൽക്കാലം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഈ ബന്ധമുണ്ടെങ്കിൽ കഷ്ടങ്ങളുടെ നടുവിൽ ദൈവം ഇറങ്ങി വരും. എല്ലാവരുടെയും കഷ്ടം പെട്ടെന്ന് മാറുമെന്നൊന്നും ഞാൻ പറയില്ല. അതിനൊക്കെ ദൈവത്തിന് സമയമുണ്ട് കേട്ടോ. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടവും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെന്നേ, പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു ദൈവ പൈതലിൻ്റെ പ്രത്യേകത, ആ കഷ്ടങ്ങളുടെ നടുവിൽ നിലനിൽക്കാനുള്ള കൃപ ദൈവം അവർക്ക് കൊടുക്കും. സ്തോത്രം. അവർ ക്ഷീണിച്ചു പോകാൻ, തളർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. അതാത് സമയങ്ങളിൽ ദൈവം അവരെ ബലപ്പെടുത്തും, അനുഗ്രഹിക്കും. ആ കഷ്ടങ്ങളുടെ നടുവിൽ സ്തോത്രം ചെയ്ത് ദൈവത്തെ ആരാധിക്കാനുള്ള കൃപ ദൈവം കൊടുക്കും. അപ്പോൾ അവരെ കഷ്ടം മറന്ന് അവനല്ലേ അവർ ദൈവത്തിന് മഹത്വം കൊടുക്കും. അവരെ കാണുമ്പോൾ ആളുകൾ പറയും, അയ്യോ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും ഇത്രയും പ്രതികൂലം ഉണ്ടായിട്ടും ആരാധനയ്ക്ക് കുറവൊന്നും ഇല്ലല്ലോ, മുഖത്ത് സന്തോഷം ഉണ്ടല്ലോ, എവിടുന്ന് കിട്ടുന്നു ഈ സന്തോഷം? കാരാഗ്രഹത്തിനകത്ത് കിടന്നുകൊണ്ടാ ഫിലിപ്പിയിലെ സഭയ്ക്ക് തൂതെഴുതുന്നത്, എപ്പോഴും സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്ന് ഞാൻ നിങ്ങളോട് പിന്നെയും പറയുന്നു. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കാരാഗ്രഹത്തിനകത്ത് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞിരുന്നു, റോമൻ കാരാഗ്രഹം നമ്മുടെ നാട്ടിലെ അല്ലേ സുഖസമൃദ്ധമായി അനുഭവിക്കുന്ന, മൃഷ്ടാന്നം ഭക്ഷണം ലഭിക്കുന്ന, എല്ലാ സൗകര്യങ്ങളുമുള്ള VIP ആണെങ്കിൽ VIP അനുസരിച്ചുള്ള സൗകര്യങ്ങളാണ് നമ്മുടെ ജയിലിൽ അല്ലേ. രാഷ്ട്രീയ തടവുകാർക്ക് പ്രത്യേക സൗകര്യങ്ങൾ, VIP ആണെങ്കിൽ അദ്ദേഹത്തിന് അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ. ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും റോമൻ ജയിലിലില്ല. ഭൂമിക്കടിയിലെ കുഴിക്കകത്ത് അല്ലേ ഒരു വല്ലാത്ത നരകതുല്യമായ അവസ്ഥയാണ് റോമൻ ജയിലെന്ന് പറയുന്നത്. ഞാൻ അതിനെക്കുറിച്ച് നേരത്തെ വിശദമായി പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അവിടെ കിടന്നുകൊണ്ട് പൗലോസിൻ്റെ തൂലിക ചലിക്കുമ്പോൾ ക്രിസ്തുവിൽ സന്തോഷിക്കാൻ പറയുന്നെങ്കിൽ അതിൻ്റെ അകത്ത് ഈ കൃപയാ. രാമൻ പറഞ്ഞാട്ടെ, ഈ കൃപ പ്രാപിക്കാൻ കഴിയണം ഈ ദിവസങ്ങളിൽ, എങ്കിൽ നിങ്ങൾക്ക് പലരെയും രക്ഷിക്കാൻ പറ്റും. ഈ കൃപ പ്രാപിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥന, കഷ്ടങ്ങളുടെ നടുവിൽ നിങ്ങൾ ചെയ്യുന്ന സ്തോത്രം, പ്രശ്നങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് ദൈവത്തിന് നന്ദി പറയാൻ, ഈ ദൈവം അത്ര നല്ലവനാണെന്ന് പറയാൻ നിന്റെ വായ തുറന്നാൽ അത് അനേകരെ വിടുവിക്കും. പല ആളുകളും ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും വിടുതലുകളും കിട്ടിയിട്ട് ഞങ്ങൾ പോയി സാക്ഷ്യം പറയുമ്പം ആൾക്കാർ പറയും, കൊള്ളാം നിങ്ങളുടെ ദൈവം കൊള്ളാം, ഞങ്ങൾ വന്ന് അങ്ങോട്ട് വരാമെന്നാണ് ചിന്തിക്കുന്നത്. ആൾക്കാർ പറയുന്നത്, നല്ല വിടുതൽ കിട്ടട്ടെ പാസ്റ്റർ, എല്ലാ കാര്യങ്ങളും സൗകര്യമാകട്ടെ, നല്ല എല്ലാ കാര്യത്തും ഉയർച്ച ഉണ്ടായിട്ട് ഞാൻ പോയി എന്ത് ചെയ്യും? കർത്താവിനെ അങ്ങ് സാക്ഷിക്കും, ഇതാ എൻ്റെ കൂടെ വന്നാൽ മതി, എനിക്ക് എന്താണ് എല്ലാ സൗകര്യങ്ങളും ദൈവം തന്നു, നിങ്ങളും വന്നാൽ നിങ്ങൾക്കും. എൻ്റെ പ്രിയപ്പെട്ടവരിവിടെ സൗകര്യം ഉണ്ടാക്കാൻ വേണ്ടിയല്ല യേശുവിൻ്റെ അടുക്കൽ വരുന്നത്. ഈ കർത്താവിനെ സേവിക്കുന്ന നിത്യതയിൽ പോകാനാ. ഈ ലോകത്തിൽ കഷ്ടവും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്, മരിക്കുന്നത് വരെ ഇവിടെ കാണും. പക്ഷേ ഈ കഷ്ടങ്ങളുടെ നടുവിലും ദൈവകൃപ തന്ന് നിലനിർത്തുന്ന ഒരു നല്ല ദൈവം നമുക്കുണ്ട്. കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത സഖിയായി തുണയായി നിൽക്കുന്ന ഒരു ദൈവം കൂടെയുണ്ട്. ആ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഏത് കഷ്ടങ്ങളിലും ആമേൻ ഞങ്ങൾ അതിനെ അതിജീവിക്കും. പൗലോസ് പറയുക, ആമേൻ ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ആമേൻ യാതൊരു കഷ്ടത്തിലുള്ളവരെയും ആശ്വസിപ്പിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യും? 2 കൊരിന്ത്യർ 1:4 വായിച്ച് ശ്രദ്ധിക്കണേ. കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ വിശ്വാസിക്ക് ഈ ഭൂമിയിലുണ്ട്. പക്ഷേ അങ്ങനെ പ്രശ്നങ്ങളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ നമ്മൾ കരുത്തോടെ കൃപയോടെ നിൽക്കുന്നതിന് കാരണം ആമേൻ നമ്മളെ ആശ്വസിപ്പിക്കാൻ മനുഷ്യൻ വന്നില്ലെങ്കിൽ, ഒരു ആശ്വാസ വാക്കു പറയാൻ ബന്ധുക്കൾ വന്നില്ലെങ്കിലും, ഒരു ആശ്വാസ വാക്കു പറയാൻ ചാർച്ചക്കാർ കൂടെ ഇല്ലെങ്കിലും, പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക്, ആരാധിക്കുന്ന ദൈവമക്കൾക്ക് ഒരു ഉറപ്പുണ്ട്, അവരെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. പൗലോസ് പറയുന്നു, ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിക്കാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ശ്രദ്ധിച്ചോ, കേട്ടോ, എന്താ അവിടെ പറയുന്നത്? ഞങ്ങളുടെ കഷ്ടങ്ങളിൽ ഞങ്ങളെ ദൈവം വന്ന് ആശ്വസിപ്പിക്കും. എന്തിനാ പൗലോസേ?
നിന്നെ ദൈവം വന്ന് ആശ്വസിപ്പിച്ചത്? ദൈവം പറയുക, നീ ശക്തനാകണം. കഷ്ടമൊക്കെ ഒരു വശത്ത് കിടക്കും, രോഗം ഒരു വശത്ത് കിടക്കും, പ്രതിസന്ധികൾ ഒരു വശത്ത് കിടക്കും. ഇതൊന്നും നിന്നെ തളർത്താതെ, ഇതൊന്നും നിന്നെ ഒതുക്കിക്കളയാതെ, കഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും പ്രശ്നങ്ങളുടെയും നടുവിൽ നീ ശക്തനായി നിൽക്കണം. സ്തോത്രം. കഷ്ടം വരുമ്പോൾ ക്ഷീണിച്ചു പോകുന്ന ലോക വ്യവസ്ഥയുടെ നടുവിൽ, പ്രശ്നങ്ങൾ വരുമ്പോൾ കുഴഞ്ഞു പോകുന്ന ലോക മനുഷ്യന്റെ നടുവിൽ, കഷ്ടങ്ങളും പ്രയാസങ്ങളും തളർത്താത്ത, കഷ്ടങ്ങളും പ്രതിസന്ധികളും ഉലച്ചു കളയാത്ത ശക്തന്മാരായി ഞാനും നിങ്ങളും മാറാൻ ആശ്വസിപ്പിക്കുന്നത് സർവശക്തനായ ദൈവം. അതിൻ്റെ ആഴം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. മാനുഷിക വാക്കുകളും ആശ്വാസ വാക്കുകളും കേൾക്കുമ്പോൾ നമ്മൾ ശക്തീകരിക്കപ്പെടുകയില്ല. കാരണം ഈ പറയുന്നത് ബലഹീനനാണ്. അവൻ പറയാ, സാരമില്ല, മാറും, പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാവും, വിഷമിക്കണ്ട. ഇതാരാ പറഞ്ഞേ? തിരിച്ചു പോകുമ്പം ആൾ കാണുമെന്നറിയില്ല. അകത്തോട്ട് അല്ലേ വലിച്ചു കയറ്റുന്ന പുറത്തോട്ട് പോയില്ലെങ്കിൽ ആൾ വടിയായി. പുള്ളിയാണ് എന്ത് ചെയ്യുന്നത്? നമ്മളെ ആശ്വസിപ്പിക്കുന്നത്. അപ്പം നമുക്ക് ആശ്വാസം പ്രാപിക്കാൻ പറ്റുമോ? പറ്റില്ല. പൗലോസ് പറയും, അതുകൊണ്ട് ഞങ്ങളെ ആശ്വസിപ്പിച്ചത് മനുഷ്യനല്ല, ഞങ്ങളെ ധൈര്യപ്പെടുത്തിയത് മനുഷ്യരല്ല. മനുഷ്യൻ ധൈര്യപ്പെടുത്തിയാൽ ധൈര്യപ്പെടില്ല, മനുഷ്യൻ ബലപ്പെടുത്തിയാൽ ബലപ്പെടില്ല. പകരം ഞങ്ങളെ ആശ്വസിപ്പിച്ചത് സർവശക്തനായ ജീവനുള്ള ദൈവം. ദൈവം ഒരു വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിച്ചപ്പോൾ ആരായി? ഞങ്ങൾ ശക്തരായി. എന്തിനാ ശക്തരായത്? ഇനി ഏത് കഷ്ടത്തിൽ കിടക്കുന്നവനെ കണ്ടാലും ഞങ്ങൾ അങ്ങോട്ട് പറയും, എടാ കർത്താവ് നിന്റെ കൂടെയുണ്ട്. ഞങ്ങളെ ശക്തമാക്കിയ ഒരു ദൈവമുണ്ട്. അല്ലാതെ പൗലോസിന്റെ വാക്കിൽ ശക്തമാകണമെന്നല്ല, എന്നെ ശക്തീകരിച്ച ഒരു ദൈവമുണ്ട്, എന്നെ നിർത്തിയ ഒരു ദൈവമുണ്ട്, ഞങ്ങളെ നിലനിർത്തിയ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ അടുത്തോട്ടൊന്ന് വാ, ആ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്ക്, ആ ദൈവത്തിലൊന്ന് ഇരിക്കെ. ആ ദൈവം നിന്നെയും ശക്തീകരിക്കും, ആ ദൈവം നിന്നെയും ബലപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. ഇതിനു വേണ്ടിയാ ദൈവം നമുക്ക് കഷ്ടം കൊണ്ടുവരുന്നത്. അല്ലാതെ നമ്മളെ അങ്ങ് തകർക്കാനല്ല, നമ്മളെ അങ്ങ് അല്ലേ നശിപ്പിക്കാനല്ല. ദൈവത്തിന് നമ്മളെ ശക്തീകരിക്കണം. ജീസസ്. അങ്ങനെ നമ്മൾ ശക്തീകരിച്ചാൽ നമ്മൾ മുഖാന്തരം അനേകരെന്ത് ചെയ്യും? വിടുവിക്കപ്പെടും. ആ കപ്പലിലുള്ള എല്ലാവരും പൗലോസ് എന്ന് പറയുന്ന ദൈവ മനുഷ്യനാൽ സംരക്ഷിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ വിശ്വാസം നിങ്ങൾ നോക്കണമേ. 27-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, ഈ കപ്പൽ മുഴുവനും തകർന്നു, അല്ലേ? കപ്പൽ മുഴുവനും തകർന്നു. അവസാനം ഈ പലകകളിലും മറ്റും പിടിച്ച ഇവരെന്ത് ചെയ്തത്? നീന്തിയാണ് കരപറ്റിയത്. നിങ്ങൾ നോക്കണം, നമ്മുടെ സാഹചര്യങ്ങളെ ചിലപ്പോൾ ദൈവം മാറാൻ അനുവദിക്കത്തില്ല. കപ്പലാണല്ലോ തകർന്നത്, അത് നമ്മുടെ സാഹചര്യമാണെന്ന് കരുതുക, നമ്മുടെ രോഗമാണെന്ന് കരുതുക, നമ്മുടെ പ്രശ്നങ്ങളാണെന്ന് കരുതുക. അത് ചിലപ്പോൾ കൂടി വരും. ദൈവം പറഞ്ഞതിനനുസരിച്ച് നമ്മളെന്താ മാനുഷികമായി ചിന്തിക്കുന്നത്? ആർക്കും ഒന്നും പെട്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കൊടുങ്കാറ്റ് നിൽക്കണം, കൊടുങ്കാറ്റ് നിൽക്കണം. കപ്പലിന് ഒരു കേടുപാടും ഇനി ഉണ്ടാകരുത്, സുരക്ഷിതമായി അവിടെ ചെന്നിറങ്ങണം, കരയ്ക്ക് ഇവരെത്തണം. പക്ഷെ അങ്ങനല്ല സംഭവിച്ചത്. കപ്പൽ തകർന്നു. പക്ഷെ നിങ്ങളറിയണം, സാഹചര്യം പ്രതികൂലമാണെങ്കിൽ പൗലോസ് തകർന്നില്ല. തകർന്നോ? പോൾ തകർന്നില്ല. കാരണം സാഹചര്യങ്ങളെ നോക്കി ഇറങ്ങിയവനല്ല അവൻ. കപ്പലിന്റെ ഉറപ്പ് കണ്ടിറങ്ങിയതല്ല, കപ്പിത്താന്റെ പവർ കണ്ടിറങ്ങിയതല്ല, സകലത്തെയും നിർമ്മിച്ച ദൈവത്തിൽ ആശ്രയിച്ചിറങ്ങിയതാ. അതുകൊണ്ട് നിങ്ങളുടെ സാഹചര്യങ്ങൾ പെട്ടെന്ന് മാറണമെന്നില്ല. ചില പ്രതികൂലങ്ങളൊക്കെ മാറാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഓ, ഇതൊന്ന് മാറിയിരുന്നെങ്കിൽ കൊള്ളാമെന്നൊക്കെ ആഗ്രഹിക്കുന്ന എത്രയോ പ്രതികൂലങ്ങളുണ്ട്. പക്ഷേ നാള് കൂടുന്തോറും കഴിയുന്തോറും ഈ പ്രശ്നം എന്ത് ചെയ്തുകൊണ്ടിരിക്കും? മനസ്സിലാവുന്നുണ്ടോ? കൂടുതൽ പ്രശ്നമായിട്ട് ചിലപ്പോൾ വന്നേക്കാം. വെല്ലുവിളികൾ കുറയണമെന്ന് ആഗ്രഹിച്ചു, പക്ഷേ ദിവസം പ്രതി വെല്ലുവിളി കൂടി വന്നെന്ന് വന്നേക്കാം. പക്ഷേ വാഗ്ദത്തം കേട്ടവൻ വെല്ലുവിളിയൊക്കെ അവിടെ നിൽക്കും,
അവൻ അതിനെ മറികടന്ന് അപ്പുറത്തെത്തി. അവൻ ആ കര പറ്റിയെന്നേ. സ്തോത്രം. സുരക്ഷിതമായി കൊണ്ടിറക്കേണ്ട കപ്പലല്ല, അതിനപ്പുറം വിശ്വസ്തനായി ദൈവം അവനെ മറുകരയെത്തിച്ചു. മാർഗം അല്ല, ദൈവത്തിൻ്റെ കരുതല വിഷയം. എല്ലാത്തെ മറികടക്കാനുള്ള കരുത്താണ് അവിടെ ലഭിക്കുന്നത്. എത്രവർക്ക് ആമേൻ പറയാൻ പറ്റുമെന്ന് എനിക്കറിയാൻ വയ്യ. സാഹചര്യങ്ങൾ പ്രതികൂലമായപ്പോഴും വാഗ്ദത്തം കിട്ടിയവനറിയാം, എൻ്റെ പ്രാണൻ പോകത്തില്ല. അല്ലെ, നിന്റെ കൂട്ടത്തിലുള്ളവരുടെയും അല്ലേ പ്രാണന് ഹാനി വരത്തില്ലെന്ന് പറഞ്ഞെങ്കിൽ ഇത് മൊത്തം തകർന്നാലും ഹാനി വരില്ല. അപകടങ്ങളൊക്കെ ചിലപ്പോൾ വന്നേക്കാം, പക്ഷെ ദൈവത്തിൻ്റെ സമയമായിട്ടില്ല. വാഗ്ദത്തമുണ്ടെങ്കിൽ ഒരപകടത്തിനും നിന്നെ തകർക്കാൻ പറ്റില്ല. നിന്റെ പ്രാണൻ നഷ്ടമാവില്ല. ദൈവം നിന്നെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കും. എല്ലാം മാറിയിട്ടും പൗലോസിന്റെ വിശ്വാസം തകർന്നില്ല. എന്താ നമ്മുടെ വിശ്വാസം? നമ്മുടെ പ്രത്യാശ യേശുക്രിസ്തുവില, ജീവനുള്ള പ്രത്യാശ. നമ്മൾ ആരെയാ വിശ്വസിക്കുന്നത്? നമ്മുടെ കർത്താവിനെ, മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ നമ്മുടെ കർത്താവിനെ. സ്തോത്രം. ഇവിടെ കൊണ്ട് തീരുന്ന പ്രത്യാശയാണോ? നിത്യതയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന വലിയ പ്രത്യാശ. ഇവിടെ പ്രശ്നങ്ങൾ, രോഗങ്ങൾ, കടങ്ങൾ, പ്രതിസന്ധികൾ എല്ലാം ഉണ്ടായേക്കാം, പക്ഷെ ഇവിടം കൊണ്ട് തീരുന്ന ഒരു പ്രതീക്ഷയല്ല നമുക്കുള്ളത്. മരണത്തിനപ്പുറമുള്ളൊരു പ്രത്യാശ. ഇന്ന് പകൽക്കാലം ദൈവം നോക്കുന്നത് സാഹചര്യങ്ങൾ തകർന്നാലും, മനുഷ്യർ മാറിയാലും, പ്രതിസന്ധികൾ വർദ്ധിച്ചാലും, പ്രതീക്ഷകൾ കൈവിട്ടാലും ദൈവത്തിൽ വിശ്വസിക്കുന്നവരുണ്ടോ എന്ന. ഇന്ന് പകൽ ആത്മാവ് നമ്മോട് പറയുന്നു, ജീവിതത്തിലെ പ്രശ്നങ്ങളാകുന്ന കൊടുങ്കാറ്റുകളുടെ നടുവിൽ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഉറച്ചു നിൽക്കുക. ഏത് കൊടുങ്കാറ്റ് നടുവിലും പ്രശ്നങ്ങളുടെ നടുവിലും പ്രാർത്ഥനയ്ക്ക് മുടങ്ങാലും അടക്കാൻ തയ്യാറാകുക. ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. നീ അങ്ങനെ ചെയ്താൽ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. നീ ദൈവത്തിൻ്റെ രക്ഷ കാണും. നീ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി മാറും. ആരൊക്കെ പരാജയപ്പെട്ടാലും ഒടുവിൽ നീ ജയിക്കും. പൗലോസ് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, പരിശുദ്ധനും നിത്യനുമാകുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥനായ നല്ല പിതാവേ, ഈ നല്ല സമയത്തിന് വേണ്ടി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യും. പിതാവേ, ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിനെതിരെ പ്രതിസന്ധികൾ വരുന്നുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പടകാഞ്ഞ് ഉലയുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നുന്നു. പലപ്പോഴും സാഹചര്യങ്ങൾ കൈവിട്ടു പോകുന്നു, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോകുന്നു. എന്നാൽ അതിന് നടുവിൽ കർത്താവ്, ഞങ്ങൾ എത്ര ബലഹീനരാണെന്ന് തിരിച്ചറിഞ്ഞ് ഞങ്ങളുടെ കഴിവിനും പ്രാപ്തിക്കും ഞങ്ങളുടെ പണത്തിനും ഞങ്ങളുടെ സൗകര്യങ്ങൾക്കും ഒന്നും ഞങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല, ഞങ്ങൾ ആശ്രയിക്കുന്ന കൊമ്പുകളൊന്നും ഞങ്ങൾക്ക് ആശ്രയസ്ഥാനമാകയില്ല എന്ന് ഞങ്ങൾ പഠിക്കുമ്പോൾ പൗലോസിനെ പോലെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ആലോചന പ്രാപിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, അങ്ങ് ഞങ്ങളെ ഈ കഷ്ടങ്ങളിൽ ആശ്വസിപ്പിക്കണമേ. അങ്ങ് ആശ്വസിപ്പിക്കുന്ന ഈ ആശ്വാസം കൊണ്ട് ഞങ്ങൾ ധൈര്യപ്പെടുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ ഞങ്ങൾ കരുത്തരായി മാറി ഞങ്ങൾക്ക് അനേകർക്ക് ആശ്വാസമായി മാറട്ടെ. കഷ്ടങ്ങളുടെ നടുവിൽ ഞങ്ങൾ നിലനിൽക്കുന്നത് കാണുമ്പോൾ അനേകരും കർത്താവ് ഈ ക്രിസ്തുവിനെ അറിയട്ടെ. കർത്താവേ, ഞങ്ങൾ പിടിച്ചിരിക്കുന്ന വിശ്വാസം എന്താണെന്ന് ആളുകൾ അറിയട്ടെ. കർത്താവേ, ഇന്ന് പകൽക്കാലം അങ്ങയുടെ രാജ്യത്തിൻ്റെ വർധനവിന് അത് കാരണമാകട്ടെ. ഇന്ന് ഈ ദൂത് കേട്ട എല്ലാവരെയും ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ വലിയൊരു നാമത്തിൽ തന്നെ.